അപ്പോൾ മാച്ച് നമ്പർ 35 പ്രിവ്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാച്ച് എന്ന് വെച്ചാൽ ഡൽഹി വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അപ്പോൾ മാച്ച് നടക്കുന്നത് ഫിറോസ് ഷാ കോട്ടിൽ, ഓക്കെ പേര് മാറ്റി, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ഡൽഹി സ്റ്റേഡിയം രണ്ടായാലും സെയിം തന്നെ. ആ സ്റ്റേഡിയത്തിലെ ഫസ്റ്റ് മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ പിച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണോ ബോളിംഗ് ഫ്രണ്ട്ലി ആണോ എന്നുള്ള രീതിയിലൊരു അൺസർട്ടനിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും ഒന്ന് കണ്ടു തന്നെ അറിയേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിച്ച് അഡ്വാൻറ്റേജ് വെച്ച് ഇപ്പോൾ നമുക്കൊരു പ്രിവ്യൂ വിലയിരുത്തൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം സ്ട്രെങ്ത് വെച്ചിട്ട് തൽക്കാലം പ്രിവ്യൂ ചെയ്യാം. അപ്പോൾ ടീം സ്ട്രെങ്ത് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഡൽഹി ലാസ്റ്റ് മാച്ച് വാർണർ കളിച്ചില്ല, ഇഞ്ചുറി ആയിട്ട്. ഇപ്പോൾ വാർണർ റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് തന്നെ കണ്ടറിയണം. വിത്തൗട്ട് വാർണർ അവരുടെ ബാറ്റിംഗ് ഭയങ്കര വീക്കാണ്. ഡൽഹിയുടെ ബാറ്റിംഗ് ഒട്ടും സ്ട്രോങ് അല്ല വെൻ കമ്പയർഡ് ടു സൺറൈസേഴ്സ് ഹൈദരാബാദ്. അവരെന്ന് വെച്ചാൽ ബാറ്റിംഗ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ബോളിംഗ് വൈസ് പിന്നെയും ഒരു ഈക്വൽ സ്ട്രെങ്ത് ആണെങ്കിൽ പോലും ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഹൈദരാബാദിനുണ്ട് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൊഡിക്ഷൻ ഇന്നത്തെ ഒരു മാച്ചിലേക്ക് പോകുമ്പോൾ ഒരു ക്ലിയർ ഫേവറേറ്റ് ആണ് സൺറൈസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം ഇന്ന് സൺറൈസേഴ്സ് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗൈൻ പിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യും, ടോസിനത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതെല്ലാം വൺസ് പിച്ച് റിപ്പോർട്ട് ഈസ് ഔട്ട് വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട്. സോ അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോഴത്തെ പ്രിവ്യൂ വെച്ചിട്ട് ഞാൻ പറയാനാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്നത്തെ മാച്ച് ജയിക്കുന്നതാണ്.